ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. റൈറ്റ് എ പൈത്തൺ ഫംഗ്ഷൻ is valid mobile number to check whether the given number is a valid mobile number or not. Then the program should validate the number based on the following rules എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് 2 റൂള് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് റൂള് പറഞ്ഞിട്ടുള്ളത് ദ നമ്പർ മസ്റ്റ് കണ്ടെയ്ൻ എക്സാക്ട്ലി 10 ഡിജിറ്റ്. അത് നമുക്കറിയാം, മൊബൈൽ നമ്പർ ആകുമ്പോൾ 10 ഡിജിറ്റ് വേണം എന്നുള്ളത്. സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ മസ്റ്റ് ബി 7, 8, 9 അല്ലേ. നമ്മുടെ മൊബൈൽ നമ്പേഴ്സിൻ്റെയൊക്കെ ഫസ്റ്റ് ഡിജിറ്റ് കോമൺലി വരുന്നത് 7, 8, 9 ആണ്. അപ്പോൾ ആ ഒരു കേസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് മൊബൈൽ നമ്പർ വാലിഡ്, അതർവൈസ് മൊബൈൽ നമ്പർ വാലിഡ് അല്ല. അതാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, മൊബൈൽ നമ്പറിനെ റീഡ് ചെയ്തു. എങ്ങനെയാണ് റീഡ് ചെയ്തിരിക്കുന്നത് നോക്കി. മൊബൈൽ നമ്പർ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ മൊബൈൽ നമ്പർ. അപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ടാണ് മൊബൈൽ നമ്പർ റീഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊബൈൽ നമ്പറിനകത്തോട്ട് എന്താ വന്നിട്ടുണ്ടാവുക, മൊബൈൽ _ നമ്പർ എന്ന് പറഞ്ഞ സാധനത്തിലോട്ട് സ്ട്രിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പർ വരും. ഇപ്പോൾ നമ്മൾ 10 ഡിജിറ്റ്സ് നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ആ 10 ഡിജിറ്റും മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് പോയിരിക്കും. ഇനി എന്താ ചെയ്തിരിക്കുന്നത്, എന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇഫ് LEN ബ്രാക്കറ്റിൽ മൊബൈൽ നമ്പർ കണ്ട LEN ഓഫ് മൊബൈൽ നമ്പർ ഈക്വൽ ടു 10 ആണെങ്കിൽ, 10 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ലെങ്ത്ത് 10 ഉണ്ടെങ്കിൽ, മൊബൈൽ നമ്പറിൻ്റെ ലെങ്ത്ത് 10 ആണെങ്കിൽ, നമുക്കറിയാം ലെങ്ത്ത് കൗണ്ട് ചെയ്യുന്നത് ഫ്രം 1 ആണ്. അപ്പോൾ എന്താണ്, 10 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ലെങ്ത്ത് എന്ത് കിട്ടും, നമുക്ക് 10 കിട്ടും. അപ്പോൾ എന്താണ്, ലെങ്ത്ത് 10 ആണെങ്കിൽ, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ആൻഡ് മൊബൈൽ നമ്പർ ഓഫ് 0, അതായത് 0th പൊസിഷൻ, 0th ഇൻഡെക്സ് പൊസിഷനിൽ 7, 8, 9 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്, എന്താ എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ആണ്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ എന്താ, ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്നും നോട്ടിനും ഇല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള അപ്പോൾ മൊബൈൽ നമ്പർ ഓഫ് 0 in 7, 8, 9, 7 ആണോ അല്ലെങ്കിൽ 8 ആണോ 9 ആണോ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. അവിടെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ഒന്നല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9 ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 കണ്ടീഷനും ഒരുമിച്ച് ട്രൂ ആണെങ്കിൽ, ഇവിടെ ആൻഡ് വെച്ചിട്ടല്ലേ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്, അപ്പോൾ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഇഫിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എൽസിലേക്ക് പോകും. ഇപ്പോൾ ഈ 2 കണ്ടീഷനും ട്രൂ ആകുന്ന കേസെന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പേഴ്സിൻ്റെ ലെങ്ത്ത് 10 വരും. പിന്നെ മൊബൈൽ നമ്പറിൻ്റെ 0th പൊസിഷൻ, അതായത് സ്റ്റാർട്ടിങ് പൊസിഷനിൽ എന്താണ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. 7 ഉണ്ടോ, 8 ഉണ്ടോ, 9 ഉണ്ടോ. 7ഓ 8ഓ 9ഓ ആരെങ്കിലും ഒരാൾ 0th പൊസിഷനിൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. പിന്നെ ലെങ്ത്ത് 10 ആണെന്നുണ്ടെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും, ഇവിടെ നിന്നും ട്രൂ റിട്ടേൺ ചെയ്യും. ട്രൂവും വന്ന് എന്ത് സംഭവിക്കും, ആൻഡിൽ ട്രൂവും വന്നാൽ മാത്രമേ ആൻഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എന്താണ് ടോട്ടൽ സാധനം ട്രൂ ആകും. അപ്പോൾ ഇഫ് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇഫിൻ്റെ ഉള്ളിലേക്ക് കയറും. ഓക്കെ, എന്നിട്ട് എന്ത് പ്രിൻ്റ് ആവും, പ്രിൻറ്റ് ദ എൻറ്റേർഡ് നമ്പർ ഈസ് വാലിഡ് മൊബൈൽ നമ്പർ. എന്ത് പ്രിൻ്റ് ആവും, എൻറ്റേർഡ് നമ്പർ വാലിഡ് ആണ് എന്ന് പ്രിൻ്റ് ആകും. അല്ല, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റാണ്. ഇപ്പോൾ ലെങ്ത്ത് 10 വന്നില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ ഇത് തെറ്റും. അപ്പോൾ ഫോൾസും ട്രൂ എന്ന് വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇഫിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, എൽസിലേക്ക് പോകും. ഇനി ഇതല്ല, ലെങ്ത്ത് 10 ഉണ്ട്, പക്ഷേ മൊബൈൽ നമ്പറിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ 0th പൊസിഷനിൽ 7, 8, 9 അല്ല, അതായത് 7ഓ 8ഓ 9ഓ ആണ് സ്റ്റാർട്ടിങ് പൊസിഷനിൽ വരേണ്ടത്. പക്ഷേ ഇതൊന്നുമല്ല, വേറെ നമ്പറാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൾസ് റിട്ടേൺ, ഈ ഭാഗത്ത് എന്ത് റിട്ടേൺ ചെയ്യും, ഫോൾസ് റിട്ടേൺ ചെയ്യും. അവിടെ ഫോൾസ് റിട്ടേൺ ചെയ്താൽ എന്താണ്, ട്രൂവും ഫോൾസും വന്ന് ആൻഡിൻ്റെ കണ്ടീഷനിൽ ഫോൾസ് ആയി പോകും. ആൻഡിൽ 2 സൈഡും ട്രൂ വന്നാൽ മാത്രമാണ് ഇഫിലേക്ക് കയറുക. അപ്പോൾ രണ്ടും, അതായത് മൊബൈൽ നമ്പറിൻ്റെ ലെങ്ത്ത് 10 സ്റ്റാർട്ടിങ് പൊസിഷനിൽ 7 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9 ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ വാലിഡ് എന്ന് പ്രിൻ്റ് ചെയ്യിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇഫിൻ്റെ എലിസ് പോർഷനിലേക്ക് പോയിട്ട് എലിസിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യിക്കും, പ്രിൻറ്റ് ദ എൻറ്റേർഡ് നമ്പർ ഈസ് നോട്ട് എ വാലിഡ് മൊബൈൽ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യിക്കും. ഇതാണ് ഈ പ്രോഗ്രാം. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.